ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ നമുക്ക് കേട്ടാലോ. അപ്പോൾ നമ്മുടെ നിധിക്ക് ജോലിയൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്കും അതോടൊപ്പം നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പില്ലേ അതും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ഒന്ന് വായിച്ചോട്ടെ. ഒരു വീഡിയോയിൽ ഒരാൾ പോലും അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്താറില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അല്ലെങ്കിൽ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിലോ അപ്പോൾ ഒരു അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നിധിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിന് നമ്മുടെ സുഭാഷിനെ കാണാൻ വേണ്ടി വർക്ക് സൈറ്റിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് നമ്മുടെ നിധിയും സുധീഷിൻ്റെ കൂടെ പോണത്. അപ്പോൾ സുധീഷ് മനസ്സുകൊണ്ട് പുരോറുകയാണ്. ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാനും എല്ലാത്തിനും ഒക്കെ ഞാൻ എന്നിട്ടൊരു ഏട്ടനും അനിയത്തിയും വന്നിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കുറച്ച് കുശുമ്പൊക്കെ പറയണം കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, കാരണം സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് സുഭാഷിൻ്റെ കൂടെയാണ്. കുറച്ച് അസൂയുണ്ട്, ഒരു ചേട്ടനെ വലിയ കാര്യമായിട്ട് എന്നെ ഒരു വിലയും ഇല്ല ഒരു ഇതും ഇല്ല എന്നുള്ള രീതിയിൽ സുധീഷിന് ഒരു മനസ്സിലൊരു വല്ലായ്മയൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ അത് പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ സ്വീറ്റ്സൊക്കെ ആയിട്ട് ചെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ ഇൻ്റർവ്യൂവിന് പോയിട്ട്? ജോലിയൊക്കെ കിട്ടി സുഭാഷ് ചേട്ടാന്ന് പറയുന്നത്. സുഭാഷിനും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ അഭിനാഷില്ലേ, മറ്റേ ബായി സുഭാഷിൻ്റെ അവിനാശിനും കൂടെ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണു. പിന്നെ നിധി വർക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അവിനാശിൻ്റെ ചാന്ദിനി ഉച്ചത്തെ ഭക്ഷണമായിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ചാന്ദിനിയും കൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സുധീഷ് നോക്കുന്നുണ്ട്, ഇതാരാണ്? അപ്പോഴാണ് പറയുന്നത് നമ്മുടെ അവിനാശിൻ്റെ പെങ്ങളാണ്, ലഞ്ചുമായിട്ടൊക്കെ വന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ ചാന്ദിനിക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് വരെയാണ്. അപ്പോൾ അന്നേ ദിവസം നമ്മുടെ നികേഷിനെയും കൂട്ടി നമ്മുടെ നിധി പുറത്തോട്ട് പർച്ചേസിങ്ങിനാന്നും പറഞ്ഞ് പോയിക്കുകയാണ്. അപ്പോൾ രാത്രിയായിട്ടും കാണില്ല, ഒത്തിരി വൈകി. സുധീഷിനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. അല്ല ഇവരിത് എങ്ങോട്ടാണ് ഈ പോയിക്കണത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്കും നികേഷും നമ്മുടെ നിധിയും കൂടെ വരെയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിധിയുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസൊക്കെ മേടിച്ച് എന്തോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഐറ്റംസൊക്കെ ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ മേടിച്ചിരിക്കുന്നതിൻ്റെ കുറേ കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ പർച്ചേസിങ് ആയിരുന്നു എന്ന് തോന്നണമല്ലോ എന്നിങ്ങനെ നമ്മുടെ സുധീഷ് പറഞ്ഞു. അതെ, ജോലി കിട്ടിയതല്ലേ, ആ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ഓരോ ഡ്രസ്സൊക്കെ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ് പറഞ്ഞു, നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്തേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ നിധി കിറ്റെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ആദ്യത്തെ കിറ്റ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഭാസ്കറിന് കൊടുക്കുകയാണ്. കാരണം അച്ഛനല്ലേ ഏറ്റവും മുതിർന്ന ആൾ, അപ്പോൾ അച്ഛനല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ അച്ഛന് കൊടുക്കുകയാണ്. അങ്ങനെ ഭാസ്കറിന് ഒരു മുണ്ടും ഷർട്ടൊക്കെയാണ്, നല്ല അടിപൊളി നല്ല കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭാസ്കറിനാണെങ്കിലോ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. കാരണം വീട്ടിൽ അങ്ങനെ ഓണോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഡ്രസ്സൊക്കെ എടുക്കാറുള്ളൂ. അഥവാ ഡ്രസ്സ് എടുത്താൽ തന്നെയും ഒരുപാടും മറ്റും കൂടിയൊന്നും എടുക്കില്ല. ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള വിലയിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നല്ല വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കണ്ടപ്പോൾ ഭാസ്കറിന് സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷിനൊരു ടീഷർട്ടാണ്. അത് സാധാ ടീഷർട്ടൊന്നുമല്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കളറിൽ നല്ലൊരു ടീഷർട്ട്. ഹരീഷിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അടുത്തത് നമ്മുടെ നികേഷിന്, അത് കഴിഞ്ഞ് സുഭാഷിന്. അപ്പോൾ നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ എനിക്ക് നിധിയേട്ടത്തെ എടുത്തു തന്നിരിക്കുന്ന ഷർട്ടേ സുഭാഷ് ചേട്ടൻ എടുത്തിരുന്ന പോലെയൊന്നുമല്ല, 1500 രൂപയുടെ നല്ല ബ്രാൻഡഡ് ഷർട്ടാന്നൊക്കെ നികേഷ് സന്തോഷം കൊണ്ട് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നികേഷ് പറയുന്നുണ്ട്, ഇനി എനിക്ക് സുഭാഷ് ചേട്ടൻ ഡ്രസ്സ് മേടിച്ച് തരുമ്പോൾ ഇതുപോലത്തെ മേടിച്ച് തന്നാൽ മതി. 1000 രൂപയ്ക്ക് മിക്കവാറും സുഭാഷ് ചേട്ടനാണ് എടുക്കണമെങ്കിൽ ഒരു 3 ഷർട്ടെങ്കിലും എടുത്തു തരും. എടാ ഈ 1500 രൂപയ്ക്ക് ഒരു 3-4 ഷർട്ട് നിനക്ക് എടുക്കാമായിരുന്നല്ലോ എന്ന് സുഭാഷ് നികേഷിനോട് പറയാണ്. അപ്പം നികേഷ് ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ സുധീഷിന് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്താ എല്ലാവർക്കും കൊടുത്തു, അപ്പോൾ ഇനി അടുത്തത് എനിക്കായിരിക്കും ഒരു ആകാംക്ഷയോടെ സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിധി അതോടുകൂടി തന്നെ പിന്നെ റൂമിലോട്ടങ്ങ് പോവാണ്. അപ്പോൾ ഹരീഷും നികേഷും മുഖത്തോട് മുഖം നോക്കി, കാരണം സുധീഷിന് മാത്രം കൊടുത്തില്ല. അപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല എനിക്ക് മാത്രം ഒന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പം നിധി പറഞ്ഞു, ഇവർക്കെല്ലാവർക്കും കൂടെ എടുത്തങ്ങ് കഴിഞ്ഞപ്പോൾ പൈസ തികഞ്ഞില്ല, പിന്നെ ഞാൻ സുധീഷിൻ്റെ കാര്യം മറന്നും പോയി എന്നിങ്ങനെ പറഞ്ഞു. അതെല്ലാവരുടെ മുന്നിൽ അങ്ങ് ആയപ്പോൾ സുധീഷിന് വല്ലാത്തൊരു പ്രയാസമായിപ്പോയി. കാരണം തന്നെ അവഗണിക്കും കണക്ക്, അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെടുത്തി കണക്ക് എന്നുള്ളൊരു ഫീലിങ്സ്. ഇത്രയും കാര്യങ്ങൾ തുടക്കം മുതൽ നിധിയിലൊപ്പം നിന്നത് ഞാനല്ലേ, പക്ഷേ എന്നെക്കാട്ടിലും എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് ഇവർക്കൊക്കെയാണ് എന്നുള്ളൊരു വിഷമം ആ സുധീഷിൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. നിധി എന്നിട്ട് റൂമിലോട്ട് കയറി
പോവാണ് കേട്ടോ. പോയി കുറേ കഴിഞ്ഞിട്ട് നിധി വരുമ്പോൾ നിധി ഒരു ഷർട്ട് എടുത്ത് മറച്ചു പിടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. സുധീഷിൻ്റെ മുഖം ഉമ്മനെ ഇരിക്കുകയാണ്, ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എല്ലാവർക്കും എടുത്തിട്ട് എനിക്ക് മാത്രമേ എടുത്തില്ലല്ലോ. അപ്പോൾ ഹരീഷും നികേഷും ആണെങ്കിൽ മുഖത്തോട് മുഖം നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. സുധീഷിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ശരിക്കും സുധീഷിന് അങ്ങോട്ട് ഫീൽ ചെയ്തു അത്. അങ്ങനെ നിധി വന്നിട്ട് ചോദിച്ചു, എന്തേ മുഖം വാടിയിരിക്കണ? അല്ല, എല്ലാവർക്കും എടുത്തിട്ട് എനിക്ക് മാത്രം നിധി എടുക്കാത്ത എന്തേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ. അപ്പോഴാണ് നിധി ആ ഷർട്ടും കൊടുക്കണേ. അപ്പോഴേക്കും ബൾബ് തെളിഞ്ഞ് എനിക്ക് സുധീഷിൻ്റെ മുഖം അങ്ങ് ചിരിയൊക്കെ വന്നില്ലേ. നല്ല അടിപൊളി കളറും നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടാണ്. അതും സുധീഷിൻ്റെ അതേ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ. അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ നിധി പറഞ്ഞേ, അതെ ഞാൻ മറന്നിട്ടൊന്നുമല്ല, എന്താവും മുഖത്തെ ഫീലിങ്സ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ നിധി പറയും കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നിധി ജോലിക്കായിട്ട് പോവാണ്. അപ്പോൾ സുധീഷ് കാറൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ നിധി ഇറങ്ങുന്നതനുസരിച്ച് സുഭാഷ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്ന്. ആ സമയം നമ്മുടെ സുധീഷ് നോക്കുമ്പോൾ കണ്ണഞ്ചിക്കാണ്. കാരണം നിധി നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി ഇത്രയും നാളുള്ളതിനേക്കാട്ടിലും സുന്ദരിയായിട്ടാണ് നിധി ഇറങ്ങി വരുന്നത്. സുധീഷിന് അങ്ങോട്ട് വല്ലാത്ത സന്തോഷമാവുകയാണ്. കാരണം ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള പല ചിന്തകൾ. ഹരീഷിൻ്റെ മുഖത്ത് സുധീഷ് നോക്കുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിച്ചു, എന്തേ? ഒന്നുമില്ലാന്ന് ഇങ്ങനെ സുധീഷ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിധി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകാൻ നോക്കിയപ്പോൾ സുഭാഷ് വിടുമോ, കഴിച്ചിട്ട് പോയാൽ മതി, ഇനി എപ്പോഴാണ് ചോറ് കഴിക്കണേന്നൊന്നും പറയാൻ പറ്റില്ല, വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് സുഭാഷ് നിർബന്ധിച്ച് നിധിനെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നിധി പ്രാർത്ഥിക്കുകയാണ്. പൂജ വിളക്ക് കത്തിക്കുന്ന അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് പോവാണല്ലോ. അങ്ങനെ പിന്നെ സുഭാഷ് ഏട്ടൻ്റെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് പോവാണ്. അങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും നികേഷ് പറയും, നിധിയേട്ടത്തി ഒരു മിനിറ്റ് കേട്ടോ. എന്നിട്ട് ഓടിപ്പോയിട്ട് എന്തൊരു സാധനം എടുത്തുകൊണ്ട് വരുന്നത് നോക്കുമ്പോൾ ഒരു പേനയാണ്. അതെ, ഇത് നല്ല ലക്കി ആയിട്ടുള്ളൊരു പേന. ഞാൻ എക്സാമൊക്കെ ഇതിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്കായിരിക്കും. ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകണമില്ല, അപ്പം നിധിയേട്ടത്തി ഇത് വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നിധിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. നികേഷ് ഭാവം അനിയനാണെങ്കിലും അവൻ ആ ഒരു ഇത് കാണിച്ചല്ലോ. പക്ഷേ സുധീഷ് മാത്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഹരീഷ് എന്നിട്ട് ചോദിച്ചു, അല്ല സുധീഷേട്ട ഒന്നും ഗിഫ്റ്റൊന്നും കൊടുക്കണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല, ഞാൻ പിന്നെ കൊടുത്തോളാം എന്ന് പറയും. അതെന്താ ഇപ്പോൾ കൊടുക്കുമെന്ന് പറയാം. അപ്പോൾ പറയാം, ഇപ്പോൾ കൊടുത്താൽ ശരിയാവില്ല, അത് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതും പ്രശ്നം, അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും കൊടുക്കുന്നില്ല എന്ന് സുധീഷ് ഹരീഷിനോട് പറയണേ. ഇതേ സമയം നിധി കാറിലോട്ട് കയറാൻ വേണ്ടി പോണതും നമ്മുടെ നികേഷ് പടക്കം അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നിധി ആദ്യമായിട്ട് പോണല്ലേ, അതിനൊരു ഓളമൊക്കെ വേണ്ടേ, നല്ല ജോളിയായിട്ട് സന്തോഷത്തോടെ പോവാണ്. ഈ പടക്കം പടപടപടേന്ന് പൊട്ടിയാണ്. ഇത് കേട്ട് നമ്മുടെ ലളിത വരെയാണ്. ഇതെന്താണ്, അയൽവക്കക്കാർക്ക് ജീവിക്കാനൊന്നും സമ്മതിക്കൂലെന്നും ചോദിച്ചുകൊണ്ട് ലളിത ഒരു തുള്ളിക്കൊണ്ട് വരെയാണ്. ലളിത അവിടെ വന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്നെ വല്ല ഉത്സവം നടക്കുകയാണോന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് എഴുന്നേറ്റില്ലേ. ഭാസ്കരൻ പറഞ്ഞു, അതെ എൻ്റെ മരുമോൾക്ക് ഇന്ന് ജോലി കിട്ടി ആദ്യമായിട്ട് പോണ ദിവസമാണ്, ഞങ്ങൾ പടക്കം പൊട്ടിക്കും, ചിലപ്പോൾ ആറ്റം ബോംബ് ഇടും, നിനക്കെന്താടിയെന്നും ചോദിച്ച് വേണ്ട ചീത്ത അങ്ങ് പറയാണ്. അവസാനം ലളിതയ്ക്ക് തൊലി ഉരിയും കണക്കായപ്പോഴത്തേക്ക് ലളിത അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എന്തിനാ നികേഷ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിധി വഴക്ക് പറയാണ്. അതൊക്കെ ഒരു ഓളാ നിധിയേട്ടത്തി സന്തോഷമായിട്ട് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നികേഷ് നിധിക്ക് യാത്രയൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, നിധിയേട്ടത്തി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിധിക്ക് എല്ലാവരും ഒരു ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനവും ഒരു അനുഗ്രഹവും എല്ലാം കൊടുത്തു തന്നെയാണ് നിധി ആ വീടിറങ്ങുന്നത്. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നിധിക്ക് ഇത്രയും ഒരു സന്തോഷം കിട്ടില്ലായിരുന്നു. കാരണം അതിനേക്കാളേറെ സ്നേഹിക്കാനായിട്ട് ഒരു അച്ഛനാണെങ്കിലും 3 സഹോദരങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ട് നിധിക്ക്. സുധീഷിനെ ഏത് ലെവലിൽ കാണുന്നു എന്നുള്ളതൊക്കെ ഇനി നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ അല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. എങ്കിലും നിധിയുടെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ നമ്മുടെ സുധീഷിനോട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടോ. അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്ന നിധിയുടെ ആ ഒരു ജോലി കിട്ടിയതിൻ്റെ സന്തോഷവും ആ ജോലിക്കായിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതിൻ്റെയൊക്കെ സന്തോഷമാണ് അടുത്ത് വരാനിരിക്കുന്ന എപ്പിസോഡിലെ പ്രധാന ഒരു രംഗമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി വരുന്ന വിശേഷങ്ങൾക്കായിട്ട് കാത്തു തന്നെ ഇരിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളെ വരാനിരിക്കുന്ന പ്രൊമോയുടെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.